ഒറ്റയ്ക്ക് കാറിൽ ഉലകം ചുറ്റുന്ന ഒരു പാലക്കാട്ടുകാരൻ്റെ കഥ പറയുകയാണ് ബഹ്റൈനിൽ നിന്ന് സിറാജ് പള്ളിക്കര. ഇതിനകം 17 രാജ്യങ്ങൾ ഇദ്ദേഹം ചുറ്റിക്കറങ്ങി കണ്ടു കഴിഞ്ഞു. ഇത് യാത്രകളെ സ്നേഹിക്കുന്ന പ്രവാസി, പാലക്കാട് ചെറുപ്പുളശ്ശേരി സ്വദേശി വി കൃഷ്ണദാസ്. ഗൾഫിലെ തിരക്കിട്ട ജോലികളും അതിനിടയിൽ കിട്ടുന്ന ഇത്തിരി ഒഴിവു സമയവും, ഈ പരിമിതികളെയെല്ലാം മറികടന്നാണ് കൃഷ്ണദാസിൻ്റെ യാത്രകൾ. എനിക്ക് ജോലി, കുടുംബം, കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഫുൾ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ആളല്ല. എന്നാലും എനിക്ക് കിട്ടുന്ന അവസരങ്ങളിൽ, ദിവസങ്ങളിൽ എങ്ങനെയൊക്കെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പറ്റുന്ന പോലെ യാത്ര ചെയ്യും. കാറിൽ ഒറ്റയ്ക്ക് ലോകം മുഴുവൻ സഞ്ചരിക്കാനാണ് ഈ മലയാളിയുടെ ഇഷ്ടം. 17 വർഷമായി ബഹ്റൈനിലുണ്ട്. ഒരു സ്വകാര്യ കമ്പനിയിലാണ് ജോലി. മറ്റെല്ലാറ്റിനേക്കാളും യാത്രയോട് വല്ലാത്ത പ്രണയമാണ് ഈ പ്രവാസിക്ക്. യാത്രയിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി അതൊന്നു വേറെ തന്നെയാണെന്ന് കൃഷ്ണദാസ് പറയുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ട്രാവൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭവങ്ങളാണ് ഏറ്റവും വലിയ അസറ്റ് ലൈഫിൽ എന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ. ഇവിടെ ബഹ്റിനിലാണല്ലോ ഞാൻ താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് നാട്ടിൽ പോകുമ്പോൾ ആകെ 10-28 ദിവസം ലീവ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട് ട്രാവൽ ചെയ്യാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ബഹ്റിനിൽ ഒരു വണ്ടി വാങ്ങിച്ച് ഞാൻ 10-12 കൊല്ലം യാത്ര ചെയ്തതാണ്. ഒരു വലിയ ഗ്യാപ്പിന് ശേഷം ഇപ്പോൾ ഈ വണ്ടി വാങ്ങിച്ച് ഇതിലൊരു യാത്രയ്ക്ക് സജ്ജമായ രീതിയിൽ ഇതിനെ നന്നായി ഞാൻ ബിൽഡ് ചെയ്തു. ഈ വണ്ടിയിൽ ഇപ്പോൾ ഞാൻ 3 സ്ഥലത്ത് പോയി. ഒന്ന് സൗദി, ഖത്തർ, സലാല. സൗദിയിൽ ഞാൻ പോയത് അബഹ, വാദി ലജബ്, ആ ഏരിയകളിലാണ്. അടിപൊളി അനുഭവങ്ങളായിരുന്നു. റിമോട്ട് ഏരിയയാണ്, അധികം ടൂറിസ്റ്റ് ഒന്നും പോകാത്ത സ്ഥലമാണ്. പണ്ട് ചെറുപ്പത്തിൽ കോയിൻ കളക്ഷൻ തുടങ്ങിയതാണ്. അന്ന് നമുക്ക് യാത്ര ചെയ്യാനുള്ള സാമ്പത്തികം കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല, സ്കൂൾ പഠിക്കുന്ന കാലത്താണെങ്കിലും. അന്നൊക്കെ നമുക്ക് ആഗ്രഹങ്ങൾ മാത്രം. ഇപ്പം നമ്മളിങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് ഓരോ സ്ഥലങ്ങൾ പോകുമ്പോൾ നമുക്കതൊക്കെ ഒരു അഡ്മയറിങ്, ലൈക്ക് നമുക്കൊണ്ട് പറ്റി. 6 ദിവസം കൊണ്ട് 6 ഗൾഫ് രാജ്യങ്ങൾ എന്ന സ്വപ്നം സഫലമാക്കിയായിരുന്നു ആദ്യ യാത്രാ ദൗത്യം. ദിവസേന 1000 കിലോമീറ്റർ എന്ന രീതിയിലായിരുന്നു യാത്ര ആസൂത്രണം ചെയ്തത്. മിത്സുബിഷി പജീറോയിൽ ബഹ്റൈനിൽ നിന്ന് പുറപ്പെട്ട് കിങ് ഫഹദ് കോസ്വേ വഴി മറ്റ് 5 ഗൾഫ് രാജ്യങ്ങളിലും എത്തി. ഇപ്പോൾ ഈ ടൊയോട്ട ഫോർച്യൂണറിലാണ് സഞ്ചാരം. ഒരു യാത്രയിൽ ആവശ്യമുണ്ടാവേണ്ട എല്ലാ സൗകര്യങ്ങളും സാമഗ്രികളും കൃഷ്ണദാസിൻ്റെ ഈ വാഹനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഓവർലാൻഡിങ്ങിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ എൻ്റെതായ ഒരു ചുരുങ്ങിയ രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെന്തൊക്കെ കാണിച്ചു തരാം. ഇത് നമ്മൾക്ക് പെട്രോൾ വയ്ക്കാനുള്ള ജെറിക്കാനാണ്. മേലെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ടാണ് വണ്ടിക്കകത്ത് വയ്ക്കാറ്. പിന്നെ ഈ ബോക്സിനകത്ത് അത്യാവശ്യം അല്ലേ, ഇതിപ്പോൾ ബ്രേക്ക് ഓയിലാണ്, ഇത് എഞ്ചിൻ ഓയിലാണ്. ഇതിൽ എഞ്ചിൻ ഓയിൽ, ബ്രേക്ക് ഓയിൽ, ഗിയർ ഓയിലൊക്കെ ഞാൻ ഓരോ ക്യാൻ ഇതിനകത്ത് സ്റ്റാൻഡ് ബൈ ആയിട്ട് വെച്ചിട്ടുണ്ട്. ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് കംപ്രസർ, ടയർ കാറ്റടിക്കുന്ന കംപ്രസർ, ടയർ റിമൂവ് ചെയ്യുന്ന ടോക്ക് റെഞ്ച്, അതൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ ഒരു കൂൾ ബോക്സ്, നമ്മളിപ്പോൾ ചൂടത്ത് പോകുമ്പോൾ കുറച്ച് ഈ കോൾഡ് സ്റ്റോറിനൊക്കെ ഐസിൻ്റെ ക്യൂബ്സ് ഇടും, ജ്യൂസോ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വയ്ക്കും. അപ്പോൾ തന്നെ ഇരിക്കും. പിന്നെ ഈ ബാഗിനകത്ത് വണ്ടി കെട്ടി വലിക്കാനുള്ള ടോവിങ് റോപ്പ്, ജമ്പർ വയർ, അതൊക്കെ ഇതിനകത്തുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ വണ്ടിയിൽ ചെറിയൊരു സോളാർ പാനലുണ്ട്. അത് ഏകദേശം ഈ ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ പാനലിന് വയർ കൂടി കൊണ്ടുവന്നിട്ട് ഈ വയറാണ് കേട്ടോ പാനലിൻ്റെ. ഇതിങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ചെറിയ പവർ സ്റ്റേഷൻ ഉണ്ട് അല്ലേ. ഇവിടെ ഒരു ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. ഈ ബാറ്ററി സെപ്പറേറ്റ് ആണ്. ഇതിൽ സ്വിച്ച് ഉണ്ട്. ഇത് അമർത്തി കഴിഞ്ഞാൽ 2 സൈഡും ലൈറ്റ് കത്തും. അപ്പോൾ നമുക്ക് വണ്ടി എഞ്ചിൻ ഓൺ ചെയ്താൽ തന്നെ അത്യാവശ്യം നമുക്ക് എന്തെങ്കിലും ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ലൈറ്റ് ഇതിൽ നിന്ന് കിട്ടും. പിന്നെ ഫോൺ ചാർജ് ചെയ്യാനൊക്കെ ഇതിൽ തന്നെ പറ്റും. ഇതിൽ നമുക്ക് ഔട്ട് ഉണ്ട് അല്ലേ, ഇതിന് ചാർജ് ചെയ്യാനുള്ള സംവിധാനമൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഒരു അത്യാവശ്യം നമുക്ക് കിടക്കാനായിട്ടൊരു ബെഡിൻ്റെ സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. ഇതിൽ ഒരാൾക്ക് സുഖമായിട്ട് കിടക്കാം. അല്ലേ, ഈ അടുപ്പിൽ അത്യാവശ്യം നമുക്ക് മറ്റേ ഗ്യാസിൻ്റെ ചെറിയ സ്പ്രേ ബോട്ടിൽസ് ഉണ്ട്. അത് വെച്ചിട്ട് കുക്ക് ചെയ്യുക. അത്യാവശ്യം നൂഡിൽസും മുട്ട ഇതൊക്കെയാണ് നമ്മൾ ക്യാരി ചെയ്യാറ്. കാരണം അത് പെട്ടെന്ന് കേട് വരില്ല. വെള്ളൊരു 20 ലിറ്ററിൻ്റെ ഒരു ഒറ്റ ക്യാനാണ് കേട്ടോ. നമ്മളിത് സാധാരണ ഫോണെടുത്ത് ഫില്ല് ചെയ്യും. ഇത് വണ്ടിക്കകത്ത് വയ്ക്കും. ഇതിൽ ഫിലിപ്സിൻ്റെ മറ്റേ ചാർജിങ് ടൈപ്പാണ്. ഇതിലിപ്പോൾ പ്രസ് ചെയ്താൽ അതങ്ങനെ വെള്ളം വരും. 5 ലിറ്ററിൻ്റെ 2 ക്യാനുണ്ട്. അത് നോൺ ഡ്രിങ്കിങ് വാട്ടറാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴുകാനോ കാര്യങ്ങൾക്കൊക്കെ അത് യൂസ് ചെയ്യും. പിന്നെ നമുക്ക് ഷവലുണ്ട്. വണ്ടി എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഞാൻ പോകുമ്പോൾ കുടുങ്ങി കഴിഞ്ഞാൽ ഈ ഷവലിൽ മണ്ണെടുത്തിട്ടാണ് ഞാൻ വരാറ്. അങ്ങനത്തെ കാര്യങ്ങൾക്ക് അതിൻ്റെ ട്രാക്ഷൻ പാഡും ഉണ്ട്. സൗദിയിലും ഖത്തറിലും ഒമാനിലുമൊക്കെയുള്ള ചരിത്രപ്രധാന സ്ഥലങ്ങളിലും വിദൂര ദിക്കുകളിലുമെല്ലാം ഈ പ്രവാസി ഒറ്റയ്ക്ക് സഞ്ചരിച്ചു. ഏറെ കൗതുകത്തോടെ, ഇഷ്ടത്തോടെ, യാത്രയോട് വല്ലാത്തൊരു അഭിനിവേശത്തോടെ. ഓരോ രാജ്യത്തെയും കാഴ്ചകൾ പകർത്തി. ഫോട്ടോഗ്രാഫിയോട് ഏറെ ഇഷ്ടമുള്ള കൃഷ്ണദാസ് എത്തുന്ന രാജ്യങ്ങളിലെ കാഴ്ചകളെല്ലാം
ചിത്രീകരിച്ച് തൻ്റെ ട്രാവൽ വ്ലോഗിലൂടെ യാത്രാപ്രേമികളിൽ എത്തിക്കാറുണ്ട്. ഒരിഞ്ഞ ചൂടാട്ടോ. ഞാൻ അങ്ങോട്ടേക്ക് പോയിരുന്നു, വണ്ടി തിരിച്ചു വന്നാണ്. ട്രെയിലർ വരണോ? ആ ട്രെയിലർ വരുന്ന ട്രാക്ക് അവിടെ അടഞ്ഞിരിക്കുക, മണ്ണിറങ്ങിയിട്ട്. അതിൻ്റെ ഒരു ഷീൽഡാണ് ഈ കാണുന്നത്. സൂപ്പറാണ് കേട്ടോ, നല്ല രക്ഷ. ഇതുവരെ ആദ്യം ഇന്ന് കാണുന്നത് ഫസ്റ്റ് ടൈമാണ്. അതിനൊരു എക്സൈറ്റ്മെന്റ് എനിക്ക് നന്നായിട്ടുണ്ട്. കാറ്റ് കണ്ടോ, ഒരു രക്ഷയത്തെ കാറ്റ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ സ്ഥലം പോവാണ്. ഇനിപ്പോ നമ്മൾ കദളിപ്പഴം ബാക്കിയുണ്ട്, പപ്പായ വില കുറവാട്ടോ. കദളി നല്ല ഫ്രഷ്. മെക്കാനിക്കൽ എഞ്ചിനീയറായ ദാസ് ഇതിനകം നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞു. ഇനി ഇറാഖ്, ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള യാത്രയുടെ ഒരുക്കങ്ങളിലാണിപ്പോൾ. ടൂർ ദ വേൾഡ് എന്ന പേരിൽ ഒരു ലോകസഞ്ചാരവും സ്വപ്നത്തിലുണ്ട്. ഞാൻ ഇനി അടുത്ത യാത്രകൾ എവിടെയൊക്കെയാണ് പ്ലാൻ ചെയ്ത് വെച്ചാൽ, ഒന്ന് ജോർദാനിലേക്ക് എങ്ങനെയും ഒന്ന് പോകണമെന്നുണ്ട്. അവിടെ പെട്ര ഉണ്ട്, വൺ ഓഫ് ദി വേൾഡ് വണ്ടറാണ്, അത് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഡെഡ് സീ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ജോർദാനിലേക്ക് ഒന്ന് പോകുന്നുണ്ട്. പിന്നെ ഇറാഖിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്. എത്രമാത്രം പ്രാക്ടിക്കലാണെന്ന് അറിയില്ല, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. കിട്ടുകയാണെങ്കിൽ ഇറാഖ് പോകണം. അവിടെ വേൾഡിലെ തന്നെ ഏറ്റവും പുരാതനമായ വലിയ മോസ്ക് അവിടെയുള്ളതാണ് ഞാൻ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ കണ്ടത്. ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്യണം. യാത്രയോടുള്ള അടങ്ങാത്ത ഇഷ്ടവുമായി തൻ്റെ സ്വപ്ന സഞ്ചാരങ്ങൾ തുടരുകയാണ് ഈ പ്രവാസി.